അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വിശുദ്ധമായ ഖുർആനാണ് നമ്മുടെ വിഷയത്തിൻ്റെ പ്രമേയം. ആദ്യ ദിവസം ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു, വിശ്വാസികൾ ഖുർആനിനെ 2 രീതിയിലാണ് നോക്കിക്കാണുന്നത്. അതിലൊന്നാമത്തെ രീതിയാണ് നമ്മൾ ഇത്രയും 3 ദിവസങ്ങളിലായി വിശദീകരിച്ചത്. രണ്ടാമത്തെ രീതി ഒരു പുണ്യഗ്രന്ഥമായി കാണുന്നു. അലമാരകളിലും ഷോക്കേസുകളിലും ബഹുമാനം ലഭിക്കുന്ന ഇടങ്ങളിലും അതിനെ സൂക്ഷിക്കുന്നു. ചിലർ വിശുദ്ധമായ റമദാനിലടക്കം അത് ഖത്മുകൾ ചെയ്യുന്നു. മറ്റു ചിലർ എല്ലാ രാത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട അധ്യായങ്ങൾ, സൂറത്തുകൾ പാരായണം ചെയ്യുന്നു. മറ്റു ചിലർ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അതിലെ ഏതാനും ഭാഗങ്ങൾ ഉരുവിടുന്നു. ഇങ്ങനെ ഒരു പുണ്യഗ്രന്ഥമായി കാണുന്ന വിഭാഗം, അതാണ് രണ്ടാമത്തെ വിഭാഗം. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, ഖുർആൻ പറയുകയുണ്ടായി, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. ഖുർആനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഖുർആനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ ഖൽബുകളിൽ ഒരിക്കലും പൂട്ടുകൾ വീഴാൻ പാടില്ല. ഹൃദയം ഒരിക്കലും അന്ധകാരത്തിന് അടിമപ്പെടാൻ പാടില്ല. ഇവിടെയാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം കൊണ്ട് ഒരാളുടെ ഖൽബിനുണ്ടായിത്തീരേണ്ട മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. വിശുദ്ധമായ ഖുർആൻ പാരായണത്തെക്കുറിച്ച് പറയുന്നത് കാണാം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അതേപോലെ വഅഖാമുസ്സലാത്ത, നിസ്കാരം കൃത്യമായി നിർവഹിച്ചു പോരുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. അതേപോലെ തന്നെ രഹസ്യമായും പരസ്യമായും അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ, യർജൂന തിജാറത്തൻ ലൻ തബൂർ. തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കേണ്ടത് നഷ്ടമില്ലാത്ത കച്ചവടത്തെയാണ്. ഇവിടെ അള്ളാഹു ആദ്യം ഓർമ്മപ്പെടുത്തിയത് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, രണ്ടാമത് പറയുന്നത് നിസ്കരിക്കുന്നവർ, മൂന്നാമത് പറയുന്നത് അവൻ നൽകിയ സ്വത്തിൽ നിന്ന് പാവങ്ങളുടെ അവകാശങ്ങളെ വകവച്ചു കൊടുക്കുന്നവർ. ഇവർ പ്രതീക്ഷിക്കേണ്ടത് എന്താ? യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടത്തെ. ഖുർആൻ പാരായണം കൊണ്ടുള്ള ഒന്നാമത്തെ ഫലം അതാണ്. നഷ്ടമില്ലാത്ത കച്ചവടമാണ് ഖുർആൻ പാരായണം. മനസ്സിനാശ്വാസം, ആത്മീയമായ പല കാര്യങ്ങളും നമുക്ക് ഖുർആൻ പാരായണത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണാം, ഖാല, മഹാനവറുകൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, മസലുൽ മുഅ്മിനില്ലദീ യഖ്റഉൽ ഖുർആന. ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ഉപമ, ഉദാഹരണം, കമസലിൽ ഉത്തുറുജ, അവൻ ഒരു ഓറഞ്ച് പോലെയാണ്. അവൻ ഒരു ഓറഞ്ച് പോലെയാണ്. എന്താണ് ഓറഞ്ചിൻ്റെ പ്രത്യേകത? റീഹുഹാ ത്വയ്യിബ് വത്തുഅമുഹാ ത്വയ്യിബ്. ഓറഞ്ചിൻ്റെ സ്മെല്ല് അത് നല്ല സ്മെല്ലാണ്, ആരെയും ആകർഷിക്കുന്ന സ്മെല്ലാണ്. വത്തുഅമുഹാ ത്വയ്യിബ്, അത് രുചിച്ചു നോക്കിയാലോ ആർക്കും ഇഷ്ടപ്പെടുന്ന രുചിയാണ്. ഇതുപോലെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിൻ. ഒരു മുഅ്മിനായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിനിൻ്റെ ഉപമ ഇതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടാമത് പറഞ്ഞു, വമസലുൽ മുഅ്മിനില്ലദീ ലാ യഖ്റഉൽ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു മുഅ്മിനിൻ്റെ ഉപമയേതാ?
കമസലി തമ്ര, ഈന്തപ്പഴം പോലെയാ, കാരക്കയെ പോലെയാ. എന്താ കാരക്ക? കാരക്കയുടെ പ്രത്യേകത ലാ റീഹ ലഹ വതുഅമുഹ ഹുൽവ്, ഓറഞ്ചിനെ പോലെ ഒരു നല്ല സ്മെല്ല് കാരക്കയിൽ നിന്ന്, ഈന്തപ്പഴത്തിൽ നിന്ന് അടിച്ച് വീശൂല. അതേസമയത്ത് വതുഅമുഹ ഹുൽവ്, അതിൻ്റെ രുചി മാധുര്യമാണ് താനും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു മുഅ്മിൻ എന്ന നിലയിൽ മാധുര്യമാണെങ്കിലും പക്ഷെ അവനിൽ നിന്ന് നല്ല ഓറഞ്ച് പുറത്തേക്ക് അടിച്ചു വീശുന്ന സ്മെല്ല് നല്ലതവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിനിനെക്കുറിച്ചും ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു മുഅ്മിനിനെക്കുറിച്ചും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. പിന്നീട് പറഞ്ഞു മസലുൽ മുനാഫിഖില്ലദീ യഖറഉൽ ഖുർആന, ഒരാൾ അവൻ കപടവിശ്വാസിയാണ്. എന്താ കപടവിശ്വാസി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് അവൻ മുസ്ലിമാണ്, അതേസമയത്ത് അകത്ത് ആന്തരികമായി പരിപൂർണമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. പല ലാഭത്തിൻ്റെയും പേരിലാണ് അവൻ മുസ്ലിമായി അഭിനയിക്കുന്നത്. അതിനിടയിൽ യഖറഉൽ ഖുർആന, അവൻ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യും. അവൻ യഥാർത്ഥ മുസ്ലിമല്ല. വിശുദ്ധമായ ഖുർആൻ നിഷേധികൾക്ക് പറയുന്ന ശിക്ഷയേക്കാൾ ഗൗരവത്തിലുള്ള ശിക്ഷയാണ് മുനാഫിഖീങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കപടവിശ്വാസി അവൻ മസലുർ റൈഹാന, റൈഹാന തുളസിച്ചെടിയെ പോലെയാണ്. എന്താ തുളസിച്ചെടിയുടെ പ്രത്യേകത? റീഹുഹാ തയ്യിബ് വതുഅമുഹാ മുർറ്, തുളസിയിൽ നിന്ന് നല്ല സ്മെല്ല് നമുക്ക് കിട്ടും, നല്ല വാസന കിട്ടും. പക്ഷേ വതുഅമുഹാ മുർറ്, അത് രുചിക്കുമ്പോഴോ അതിൻ്റെ രുചി കയ്പാണ് എന്നതുപോലെയാണ് ഒരു കപടവിശ്വാസി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നീട് പറഞ്ഞു മസലുൽ മുനാഫിഖില്ലദീ ലാ യഖറഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു മുനാഫിഖ് അവൻ കമസലിൽ ഹല്ലല, അവൻ ആട്ടങ്ങയെ പോലെയാണ്. ലൈസ ലഹാ റീഹുൻ വതുഅമുഹാ മുർറുൻ, ആട്ടങ്ങയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു നല്ല സ്മെല്ലില്ല, രുചിച്ചു നോക്കിയാലോ കയ്പമാണ്. ഈ 4 ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിൻ, പാരായണം ചെയ്യാത്ത മുഅ്മിൻ, പാരായണം ചെയ്യുന്ന മുനാഫിഖ്, പാരായണം ചെയ്യാത്ത മുനാഫിഖ്, ഇവരെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ ഉപമിച്ച ഓറഞ്ചിനെ പോലെയുള്ള മുഅ്മിനീങ്ങളാവാൻ നമ്മളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ലഭ്യമാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ, 2 ആളുകളോടല്ലാതെ അസൂയ വെക്കാൻ പാടില്ല, ഹസദ് വെക്കാൻ പാടില്ല. ഹസദ് എന്ന വാക്കിന് 2 അർത്ഥതലങ്ങളുണ്ട്. അസൂയ എന്ന് നിഷിദ്ധമായി മതം എതിർക്കപ്പെട്ടൊരു അസൂയയുണ്ട്. അതേതസൂയയാ? നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ കയറുന്ന കുശുമ്പ്. ഏത് രീതിയിലുള്ള കുശുമ്പ്? അത് അയാൾക്ക് നഷ്ടപ്പെടണം, പകരം അതെനിക്ക് കിട്ടണം, നഷ്ടപ്പെട്ടിട്ട് കിട്ടണം. ആ ഹസദ് അത് വിശുദ്ധ ഖുർആൻ ഇസ്ലാമും ഖുർആനും നിഷിദ്ധമാക്കിയ ഹസദാണ്, അസൂയയാണ്. ഇവിടെ പറഞ്ഞ അസൂയ അതല്ല, അയാളെപ്പോലെ എനിക്കും വേണം, അതിന് യാതൊരു തെറ്റുമില്ല. ആ ഹസദാണ്. ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ, 2 ആളുകളോടല്ലാതെ ഹസദ് വെക്കാൻ പാടില്ല. അതാരാ? റജുലുൻ ആത്താഹുല്ലാഹുൽ ഖുർആൻ, ഒരാൾ അയാൾക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൻ്റെ പാണ്ഡിത്യം നൽകി. എന്നിട്ട് ഫഹുവ യഖൂമു ബിഹി ആനാ അല്ലൈലി വ ആനാ അന്നഹാർ, അയാളങ്ങനെ പകലിലും രാപ്പകലിൽ അയാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരാളോട് മറ്റൊരാൾക്ക് അസൂയയാവാം. വറജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫഹുവ യുൻഫിഖുഹു ആനാ അല്ലൈലി വ ആനാ അന്നഹാർ, വേറെ ആളാരാ? അയാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി, അയാൾ സമ്പന്നനാണ്.
ആ സമ്പത്തിൽ നിന്ന് പാവങ്ങളുടെ അവകാശങ്ങൾ അയാൾ വകവെച്ചു കൊടുക്കുന്നു, രാപ്പകൽ ഭേദമന്യേ. അയാളോടും അസൂയയുണ്ടാവാം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയുന്നതാണ്. വിശുദ്ധമായ ഖുർആൻ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമ വയൽഉ ബിഹി ആഖരീൻ. ഇന്നല്ലാഹ യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമ. അല്ലാഹു തആല ഈ ഖുർആൻ കൊണ്ട് ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരും. വയൽഉ ബിഹി ആഖരീന, വേറൊരു വിഭാഗത്തെ അധപ്പതനത്തിലേക്കും കൊണ്ടെത്തിക്കും. രണ്ടിനും ഈ ഖുർആൻ തന്നെ മതി. ഇതിൻ്റെ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുന്ന ആളുകൾ അവരെത്രയോ സ്ഥാനീയരായി മാറും. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഖുൽതു, ഞാനൊരിക്കൽ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഔസിനി, എനിക്കെന്തെങ്കിലും വസിയ്യത്ത്, ഉപദേശങ്ങൾ നൽകണം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, അലൈക ബിത്തഖ്വല്ലാഹ്, നീ തഖ്വ മുറുകെ പിടിക്കണം, സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവനാവണം. കാരണം എന്തേ? ഫഇന്നഹു റഅസുൽ അംരി കുല്ലിഹി, തഖ്വയാണ് എല്ലാ നല്ല കാര്യത്തിൻ്റെയും തല, ഹെഡ്. ഖുൽതു, ഞാൻ വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ് സിദ്ദിനി, ഇനിയും എനിക്ക് ഉപദേശങ്ങൾ തരണം നബിയെ. ഖാല, നബി തങ്ങൾ ആ സമയത്ത് പറഞ്ഞു, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യണം അബൂദർറേ, ഖുർആൻ നീ ധാരാളമായി പാരായണം ചെയ്യണം. ഫഇന്നഹു നൂറുൽ ലക ഫിൽ അർള് വദുഖുറുൽ ലക ഫിസ് സമാ. കാരണം ഖുർആൻ പാരായണം എന്നത് ഭൂമിയിൽ നിനക്ക് കിട്ടുന്ന പ്രകാശമാണ്, പ്രകാശമുണ്ടാക്കി തീർക്കുന്നതാണ്. ആകാശത്തിലോ അതൊരു വലിയ നിധിയുമാണ്. അതുകൊണ്ട് നീ ഖുർആൻ പാരായണം ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട പിന്നെ അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലമിനല്ലാഹു ലിമൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി. അല്ലാഹു തആല പിന്നെ ജാമ്യം നിന്നിരിക്കുന്നു ആർക്ക്? ലിമൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി, ഖുർആൻ പാരായണം ചെയ്യുകയും അതിലുള്ളതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ ജാമ്യം നിന്നിരിക്കുന്നു. എന്താണ് ജാമ്യം? അല്ലാ യസ്സില ഫിദ്ദുന്യ അല്ലാ യളില്ല ഫിദ്ദുന്യ, അവനൊരിക്കലും ദുന്യാവിൽ വെച്ച് വഴിതെറ്റിപ്പോവില്ല എന്ന് ജാമ്യം നിന്നിരിക്കുന്നു. വലാ യഷ്ഖാ ഫിൽ ആഖിറ, ആഖിറത്തിൽ അവൻ പരാജയപ്പെടുകയും ചെയ്യില്ല. എന്നിട്ട് വത്തലല്ലായ, വിശുദ്ധ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ പോകുന്ന ഒരു ആയത്ത് പാരായണം ചെയ്തു. വമൻ ഖറഅൽ ഖുർആന വത്തബഅ മാ ഫീഹി ഹദാഹുല്ലാഹു മിനൽ ളലാല വവഖാഹു യൗമൽ ഖിയാമത്തി സുഅൽ ഹിസാബ് എന്ന ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി. ഇതാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് ഒരു മുഅ്മിനിന് കിട്ടാൻ പോകുന്ന പ്രതിഫലങ്ങൾ. വേറെ ഹദീസിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി, ഒരാൾ വിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ അക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ഹസന, അവനൊരു നന്മയുണ്ട്. വൽ ഹസനത്തു ബിഹശ്രി അംസാലിഹ, ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലമാണ്. ഓരോ അക്ഷരം ഉരുവിടുമ്പോഴും ഓരോ നന്മകൾ അവൻ്റെ ഏട്ടിൽ രേഖപ്പെടുത്തി വെക്കപ്പെടും. ഒരു നന്മക്ക് പ്രതിഫലം എത്രയാ? 10 ഇരട്ടിയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരൊറ്റ അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. വലാക്കിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരക്ഷരമാണ്. വലാമുൻ ഹർഫുൻ, ലാമ് രണ്ടാമത്തെ അക്ഷരമാണ്. വമീമുൻ ഹർഫുൻ, മീമ് മൂന്നാമത്തെ അക്ഷരമാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഖുർആനിൽ നിന്ന് ഒരു മുഅ്മിൻ പാരായണം ചെയ്യുമ്പോൾ അയാളുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിപ്പെടുന്നത് 3 ഹസനത്തുകളാണ്, അഥവാ 30 കൂലികളാണ് രേഖപ്പെടുത്തി വെക്കപ്പെടുന്നത്.
ഇങ്ങനെ 6666 ആയത്തുകളിൽ വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ പാരായണം ചെയ്യുന്നൊരു മുഅ്മിൻ അയാൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം ഓരോ അക്ഷരത്തിനും 10 കൂലി എന്ന തോതിൽ കണക്ക് കൂട്ടുമ്പോൾ അയാൾക്ക് ലഭ്യമാകുന്ന നന്മകളുടെ കൂലികളുടെ എണ്ണവും വണ്ണവും നമുക്ക് നിജപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, ഖുർആൻ പാരായണത്തിൽ നിങ്ങൾ വ്യാപൃതരാവണം എന്ന്. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, ആരാണ് പടച്ചോൻ്റെ ആളുകൾ എന്ന് പറയുന്നവർ? അപ്പോൾ ഖാല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉമ്മഹുലുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണവർ. ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. അഹ്ലുല്ലാഹി വഖാസത്തുഹു, അവർ അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ ആളുകളാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണവർ. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനീങ്ങളെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവർ അഹ്ലുള്ളയാണ്, അള്ളാഹുവിൻ്റെ ആളുകളാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേക വിഭാഗക്കാരാണ് അവർ. അതുകൊണ്ട് ആ ഒരു പ്രൈവസിയുള്ള ആളുകളിൽ നമ്മളൊക്കെ ഉൾപ്പെടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഉമാമ അൽ ബാഹിലിയു റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല, അദ്ദേഹം പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു, യഖൂൽ, നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു, ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. എന്താ കാരണം? ഫൈന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ എന്നത് അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ ആഖിറത്തിൽ അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നവനായിക്കൊണ്ട് എത്തുന്നതാണ് ഖുർആൻ, അവിടെ എത്തുന്നതാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണം എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. വേറെ ഹദീത്തിൽ കാണാം, സയ്യനുൽ ഖുർആന ബിഅസ്വാതികും, നിങ്ങൾ നല്ല സ്വരത്തിൽ ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്ന സൗത്തൽ ഹസന യസീദുൽ ഖുർആന ഹുസ്ന, നല്ല ശബ്ദം, മാധുര്യമുള്ള ശബ്ദം, അത് ഖുർആനിന് മാധുര്യം കൂട്ടും. ഇന്ന മിൻ അഹ്സനിന്നാസി സൗത്തൻ ബിൽ ഖുർആനില്ലദീ ഇദാ സമിഅ്തുമൂഹു യഖ്റഉഹു ഹസിബ്തുമൂഹു യഖ്ഷല്ലാഹ തആല. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് നല്ല മാധുര്യമുള്ള ശബ്ദത്തിലാണ്. അതിൻ്റെ മായന എന്താ, ആശയം എന്താ? അയാളുടെ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ കേൾക്കുന്നവൻ്റെ മനസ്സിൽ ഖുശൂ ഉണ്ടാവണം, ഭയഭക്തി ഉണ്ടാവണം. അങ്ങനെ ഭയഭക്തിയുള്ള രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന ശബ്ദമാധുര്യത്തിൻ്റെ ഉടമകളാവണം നമ്മൾ. ഏതെങ്കിലും രാഗത്തിൽ ഓതിപ്പോവുക എന്നുള്ളതല്ല, കേൾക്കുന്നവന് ഭയഭക്തി തോന്നുന്ന രീതിയിൽ ഉള്ള പാരായണം, അതാണ് മാധുര്യമായ ശബ്ദത്തിൻ്റെ ഉടമകൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഖുർആൻ പാരായണം കേൾക്കുന്നവരോട് ഖുർആൻ പറയുന്നു, വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു, ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അതിനെ നിങ്ങൾ സസൂക്ഷ്മം കേൾക്കണം. എങ്കിൽ വാൻസിത്തു, നിങ്ങൾ ചെവിയോർത്ത് കേൾക്കണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭ്യമാകാൻ കാരണമാണെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഖുർആൻ പാരായണം അത് പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ എവിടെ നിന്നെങ്കിലും കേൾക്കുമ്പോൾ അതിനുവേണ്ടി കാതുകൂർപ്പിച്ചു കൊണ്ടിരുന്ന് കേൾക്കുക, അത് കൂലിയുള്ളതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രത്യേകമായി കരഗതമായി കിട്ടാനും കാരണമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. വേറെ ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമൻ വിശുദ്ധമായ ഖുർആൻ
പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവരുമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തൊരൊറ്റ ഉപദേശം. അതെന്താ? ലൻ തഗ്ദു യാ അബൂദർ ലൻ തഗ്ദു ഫതഅല്ലമ ആയതൻ മിൻ കിതാബില്ലാഹി. നീ എന്നും പോയി ഒരൊറ്റ ആയത്ത് പഠിക്കുക, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുക എന്നുള്ളത് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ മിഅ റക്അ. 100 റക്അത്ത് നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യമുള്ള കാര്യമാണ് വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിപ്പിക്കുക എന്നുള്ളത്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞ ഉപദേശമാണ്. ആ ഉപദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഈ റമദാനിലും ഇത് കഴിഞ്ഞാലും അതിനോട് നാം ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ചങ്ങാത്തം അതൊരൽപ്പം പോലും കുറയാതെ മുന്നോട്ട് പോവാൻ മുഅ്മിനീങ്ങളായ നമുക്കല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ, അവസരം നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.